കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 41-ാമത് വാക്യം. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു തിരുവചന ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് യേശു ഒരു ഗ്രാമത്തിലെത്തുന്നുണ്ട്. അത് പിന്നത്തിൽ നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ മാർത്തയും മറിയുമാണ് ലാസറിൻ്റെ സഹോദരങ്ങൾ എന്നുള്ള പരാമർശങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ ബെഥാന്യ ഇവിടെ പറയുന്നത് 32-ാം വാക്യത്തിൽ പറയുന്നത് ഒരു ഗ്രാമത്തിലെത്തിയെന്നാണ്. അവിടെ എത്തിയപ്പോൾ സ്തോത്രം, മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടത്. അപ്പോൾ കൈക്കൊണ്ടത് മാർത്തയാണ്, പക്ഷെ വചനം കേട്ടത് മറിയാണ്. കൈക്കൊണ്ടു എന്നുള്ളത് സത്യമാണല്ലേ. അത് ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത് അല്ലേ. ഇവിടെ നമ്മളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാർത്തയാണ് യേശുവിനെ വീട്ടിലേക്ക് കൈക്കൊണ്ടത്, എന്നാൽ വചനം കേൾക്കാനിരുന്നത് മറിയായിരുന്നു. അതിന് കാരണമുണ്ട്. സ്തോത്രം. അപ്പം മറിയയെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മാർത്തയെക്കുറിച്ച് മറിയയെക്കുറിച്ച് 2 ചിന്തകൾ പറയുന്നുണ്ട്. ഒന്ന്, മാർത്തയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല, എന്നെ സഹായിക്കുവാൻ അവരോട് കൽപ്പിച്ചാലുമെന്ന് കർത്താവിനോട് പറയുകയാണ്. അപ്പം മാർത്ത യേശു വന്നതിനെ പ്രതി, അല്ലെങ്കിൽ യേശുവിനെ വീട്ടിൽ വന്നതുകൊണ്ട് നമുക്ക് യേശുവിന് ആവശ്യമുള്ളതിൽ ഒരുപക്ഷെ ആഹാരമോ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. പ്രീസിൽ. അപ്പോൾ അതിൽ കുഴങ്ങുകയാണ്, അതിൽ ഭാരപ്പെടുകയാണ് മാർത്ത. അപ്പോൾ ഭാരപ്പെട്ടിട്ടാണ് പറഞ്ഞ്, അവിടെ മറിയയും കൂടെ എൻ്റെ അടുക്കൽ വന്ന് എന്നെ സഹായിപ്പാനായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കും കൂടെ തിരുവചനം കേൾക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് ആര് പറയുന്നത്? മാർത്ത പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. ഈ വിഷയം, അല്ലെങ്കിൽ യേശുവിനെ ഏതെങ്കിലും തരത്തിൽ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അത് വേറൊരാളുടെ സഹായത്താൽ അരുത് എന്നുള്ളൊരു ചിന്തയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ കൈക്കൊണ്ട മാർത്ത അത് സന്തോഷത്തോടു കൂടെ ചെയ്യുവാൻ ഒരുക്കപ്പെടണം. യേശുവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപക്ഷെ ആഹാരം ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ നടക്കുന്നതാണെങ്കിൽ പോലും അത് സ്വന്തം മനസ്സോടും സന്തോഷത്തോടും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് പ്രതിഫലമുള്ളൂ. 2, അതിനെ പ്രതി ആ ജോലിയിൽ അവൾ ഭാരപ്പെടുകയാണ്, ആ വിഷയത്തിൽ അവൾ വ്യാകുലപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടൊരു ചിന്ത ഞാൻ ആത്മീക തലത്തിൽ കയറി പറഞ്ഞാൽ, കർത്താവിൻ്റെ പദ്ധതിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് വൈമനസ്യം നമ്മൾ കാണിക്കരുത്. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ അറിഞ്ഞ് പറഞ്ഞാൽ, ചെയ്യേണ്ടി വരുന്നല്ലോ സ്തോത്രം, ഇല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തത് കൊണ്ട് അതിനകത്ത് പ്രയോജനമില്ല. സ്തോത്രം. അപ്പം ഞാൻ വിശ്വാസി ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പെന്തിക്കോസുകാരനായതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരികയാണ് എന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു റിസൾട്ടും നമുക്ക് പ്രാപിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. അതേസമയം ദൈവത്തിന് ചെയ്യേണ്ടത് മാനത്തോടെ, ഇല്ലെങ്കിൽ സ്തോത്ര വൈമനസ്യം കാണിക്കാതെ സന്തോഷ ഹൃദയത്തോടുകൂടെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ധനം ദൈവനാമത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞത് നിർബന്ധത്താൽ അരുത്, അല്ല സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ ഇത് ചെയ്യേണ്ടത് കർത്താവിനെന്ന പോലെ സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. അപ്പോൾ മാർത്തയെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നീ ഭാരപ്പെടുകയാണ്, നീ മനം കലങ്ങുകയാണ്, അതുകൊണ്ടാണ് ഈ പ്രയാസം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്നാൽ മറിയ അങ്ങനെയല്ല. സ്തോത്രം. അവൾ എന്ത് ചെയ്തു? നല്ല അംശം തെരഞ്ഞെടുത്ത് അതാരും അവളിൽ നിന്ന് എടുത്തു കളയില്ല. അപ്പം മനം കലങ്ങുന്ന അനുഭവം, അല്ലെങ്കിൽ കലങ്ങിയ ഹൃദയം. പ്ലീസ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുവൻ. അപ്പോൾ കലങ്ങുന്ന ഹൃദയം അത് ദുഷ്ടൻ്റെതെന്നാണ് തിരുവചനം പറയുന്നത്. ദൈവമക്കളായ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. ഹൃദയത്തിൻ്റെ കലക്കങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം അത് നമുക്ക് വേണ്ടി ഉണ്ട്. ആ ദൈവത്തെ പ്രത്യാശിച്ച് പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ കലക്കങ്ങളെയും, എല്ലാ സ്തോത്ര വിഷമതകളെയും, എല്ലാ ഭാരത്തെയും മാറ്റുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ
സേവിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദി. കലങ്ങിയ ഹൃദയത്തോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ദൈവം അവരെ സഹായിച്ചാലും അവരുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും കരുണയും കൃപയും വെളിപ്പെട്ടു വരുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. എല്ലാ മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.